ഇന്ന് ഞായറാഴ്ച എന്താ പരിപാടി എന്നറിയുമോ ഗായ്സ്? നീ അച്ചുമ്മനോട് TV കണ്ടിട്ടാ. പിന്നെ കപ്പയും ബീഫും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഞായറാഴ്ച അല്ലേ. അപ്പം എൻ്റെ അച്ചുമ്മനാണെങ്കിൽ ഇറച്ചി മീൻ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ദേ കപ്പയൊക്കെ ഞാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ബീഫ് വെക്കാൻ പോകുന്നു കേട്ടോ. ഞാൻ അതിന് സബോള, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബീഫെന്ന് വെച്ചാൽ ബീഫും ഈ മറ്റേ ബീഫിൻ്റെ കരളില്ലേ, ലിവർ, അതും കൂടി രണ്ടും കൂടിയിട്ടാണ് അടിച്ചേക്കണത്. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളകും കൂടി വേവിച്ചതാണ്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേവിച്ചതാട്ടോ. നോക്കിയേ, അതിലെന്നിട്ടും നല്ല മതി. അച്ചുമോനെ ഇത് ഭയങ്കര വെറുതെ ഇതേപോലെ വേവിച്ചെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാൻ നോക്കിക്കോളൂ കേട്ടോ. ആ ചാറ് ഇങ്ങനെ കഴിക്കുമ്പോൾ അവന് എന്താ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പെരുംജീരകമില്ലേ, വലിയ ജീരകം, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. നന്നായിട്ട് എന്താ പറയുക, കുറച്ച് ഉപ്പ് ഇട്ടു എന്ന് വെച്ചാൽ സബോള നന്നായി വഴണ്ടി വരും കേട്ടോ, പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ടിത് വഴണ്ടി വന്നു എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ക്യാമറ അവിടെ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് അന്ന് ക്യാമറ എടുക്കുന്നത്. ഞാൻ തന്നെയാണ് ക്യാമറമാനും ഞാൻ തന്നെയാണ് ഷെഫും. ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക് കൂടി വേവിച്ചതാണത്. അപ്പോൾ ഇത് സബോള വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കപ്പ അപ്പുറത്ത് തിളവന്നു. ഇത് കുരുമുളകും ജീരകവും, ചെറിയ ജീരകമില്ലേ, അതും കൂടി പൊടിച്ച് വെച്ചതാണ്. ഇതിലേക്കും മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ബീഫ് മസാല, കുരുമുളകും ജീരകവും കൂടി പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഈ പൊടികളെല്ലാം കൂടി നമുക്ക് സബോള വഴണ്ടി വന്നതിന് ശേഷം ചേർക്കാം കേട്ടോ. നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക, നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം, നല്ല മണം വരും. അപ്പോൾ പൊടികളൊക്കെ മൂത്ത നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളൊന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ. തീ കുറച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ നന്നായിട്ട് ലച്ചുമോൾ അടിച്ചിട്ടില്ല, നമ്മുടെ ക്യാമറമാൻ ലച്ചുമോളല്ലേ, അപ്പോൾ അവൾ അടിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ഫോൺ വെക്കാനുള്ള ഒരു ഇതില്ല, ഇവിടെ വെച്ച നേരെ അടുപ്പിൻ്റെ മുകളിലാണ് ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഇത് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതേ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തു കേട്ടോ, നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട്, മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. പോലെ ഇങ്ങനെ വെറുതെ വേവിച്ചത് കഴിക്കാൻ ഇഷ്ടമാണ്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയൊക്കെ പച്ചമുളക് പൊടി ഇട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വെച്ചോണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അവനെ മാറ്റി വയ്ക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മളെല്ലാം ആ ബീഫിലേക്ക് ഈ പൊടികളെല്ലാം എന്താ പറയുക, ആ എരിവ് എല്ലാം ഇറങ്ങണം, ഉപ്പും എല്ലാം ഇറങ്ങണം. ഓൾറെഡി ഉപ്പിനെ ഇട്ടിട്ടുണ്ട് ബീഫിലേക്ക്. ഇപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർന്നത് ഒരുമിച്ചായി വരണ്ടേ. ഉപ്പ് ലേശം കുറവായിരുന്നപ്പോൾ ഞാൻ ഉപ്പിട്ടു കേട്ടോ. അപ്പോഴേക്കും ഈ കപ്പ ആയിട്ടുണ്ട്. കപ്പ ഒരുവിധം വേവാകുമ്പോൾ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഒന്ന് ഇളക്കിയായി ഉപ്പൊന്ന് കപ്പയിലേക്ക്
പിടിക്കണത് വരെ ഉപ്പിൻ്റെ ടേസ്റ്റ് കപ്പയിലേക്ക് ഇറങ്ങുന്നത് വരെ ഒന്നുകൂടി തിളപ്പിക്കണം. അപ്പോൾ കപ്പ വെന്തപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ് സെറ്റായിട്ടോ. ബീഫ് ഇപ്പോഴത്തെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാവുന്ന പരുവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ആവാനായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ബീഫ് കുക്കറിൽ വേവിച്ചതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കരളും കുറച്ച് കരളുണ്ടായിരുന്നു. അപ്പോൾ കരളും ആ ബീഫും കൂടിയിട്ടാണ്, അതായത് എന്താ പറയുക, ലിവർ എന്നല്ല പറയുക, ലിവറും ബീഫും കൂടിയിട്ടാണ് ആക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങാക്കൂത്ത് ഇടണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു കുറച്ചിടാം, ലേശം ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചൂടാക്കി അതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. തേങ്ങാക്കൂത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക. നന്നായി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ പൊടികൾ എന്തെങ്കിലും നമ്മൾക്ക് എരിവോ എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ഞാൻ കുരുമുളകും ജീരകവും കൂടി പൊടിച്ചത് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതായത് എരിവ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ കരളും കൂടി ആണല്ലോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി അതിൻ്റെ ടേസ്റ്റ്, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇത്തിരി മുൻപന്തിൽ നിന്ന് നല്ലതല്ലേ. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. കപ്പ ഞാൻ നന്നായിട്ട് കുത്തി ഉടച്ച് പൊടിയാക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുന്നതും പിന്നെ ചാറ് കപ്പയാക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചുമോന് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവനുള്ളത് പ്ലേറ്റിലാക്കി. അച്ചുമോൻ ഞാനും കൂടി കഴിക്കാനുള്ളത് എടുത്തു. കറിയും പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട്, ചായയും എടുത്തു. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കറിയും കപ്പയും കുറച്ച് സബോളയും ചേർത്ത് കുഴച്ചിട്ട് ആദ്യം അച്ചുമന് കൊടുത്തു കേട്ടോ. നോക്കൂ, എൻ്റെ എക്സ്പ്രഷൻ നോക്കൂ. അവന് ഈ ബീഫ്, മീന്, എന്താ പറയുക, ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്നും വേണം അവനത്. അപ്പം ഞാനും കൂടി ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ വെച്ചത് ഞാൻ തന്നെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ, ബൈ ബൈ, സീ യു. Thank you for watching.